അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. മദീനയിൽ പ്രവാചകരും പ്രവാചക പുത്രിമാരും സന്തോഷമായി മുസ്ലിമീങ്ങളായ മുഹാജിറുകളും മുസ്ലിമീങ്ങളായ അൻസാറുകളും വളരെ സന്തോഷമായി ജീവിച്ചു കൊണ്ടിരിക്കുകയാണ്. പ്രവാചക പുത്രിക്കോ വിവാഹത്തിനുള്ള സമയമായി. പ്രിയപ്പെട്ട മോൾ ഫാത്തിമയെ വിവാഹം ആലോചിച്ച് പല രാജാക്കന്മാരും വന്നു, പ്രമാണിമാരായ പല പ്രമുഖരും വന്നു, സ്വഹാബികളിൽ നിന്ന് തന്നെ പലരും വന്നു. പക്ഷെ അള്ളാന്റെ റസൂൽ ആർക്കും കൊടുത്തില്ല. അള്ളാന്റെ റസൂൽ തീരുമാനമെടുക്കണമെങ്കിൽ ഹബീബരായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അരികിലേക്ക് മുഖറബുൽ അംലാക്ക് മലക്ക് ജിബ്രീൽ വരണം. എന്തെങ്കിലും ഒന്ന് പറയണമെങ്കിൽ ഒരു സുപ്രഭാതത്തിൽ നസലുൽ അമീൻ മുഖറബുൽ അംലാക്ക് മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം അള്ളാന്റെ റസൂലിന്റെ അരികിലേക്ക് ഇറങ്ങി വന്നിട്ട് പറയുന്നുണ്ട്, യാ റസൂലല്ലാഹ്, സുഖലോക സ്വർഗത്തിൽ ഒരു ചർച്ച നടന്നു നബിയേ. എന്താണ് ആ ചർച്ച? സുഖലോക സ്വർഗത്തിൽ മഹദിയായ ഖദീജത്തുൽ കുബ്ര റളിയല്ലാഹു അൻഹയ്ക്കുള്ള കൊട്ടാരത്തിൽ ഒരു ചർച്ച നടന്നു നബിയേ. അള്ളാന്റെ റസൂൽ ചോദിച്ചു, എന്താണ് ജിബ്രീൽ ആ ചർച്ച? ജിബ്രീൽ മറുപടി പറഞ്ഞു, യാ റസൂലല്ലാഹ്, സുഖലോക സ്വർഗത്തിൽ പ്രിയപ്പെട്ട ഖദീജത്തുൽ കുബ്ര റളിയല്ലാഹു അൻഹയുടെ കൊട്ടാരത്തിൽ പ്രിയപ്പെട്ട മോള് ഫാത്തിമയുടെ കല്യാണ ചർച്ചകൾ നടക്കുകയാണ് നബിയെ. ആരാണ് ജിബ്രീൽ? വരനോ? വരൻ അലിയാണ് നബിയെ. മഹാനായ അലി ഹൈദർ ആണ് നബിയെ. അൽഹംദുലില്ലാഹ്, അള്ളാഹുവിന്റെ റസൂലിന് സന്തോഷമായി. മഹാനായ അലിയാർ തങ്ങളെ വിളിച്ച് കാര്യം ബോധിപ്പിച്ചു. പാവപ്പെട്ടവനായ അലിയാർ തങ്ങൾക്ക് മഹർ കൊടുക്കാൻ പോലും ഒന്നുമില്ലാത്ത സാഹചര്യത്തിൽ തന്റെ ദുൽദുൽ എന്ന് പറയുന്ന കുതിരയുണ്ട്, ദുൽഫുക്കാർ എന്ന് പറയുന്ന വാളുണ്ട്, പടയങ്കിയുണ്ട്. പടയങ്കി വിറ്റിട്ട് മഹർ കൊടുക്കാൻ വേണ്ടി തയ്യാറായി. അങ്ങനെ കല്യാണം നടക്കുകയാണ്. പ്രവാചകന്റെ മോളുടെ കല്യാണം. ലോക മുസ്ലിമിന്റെ നേതാവ്, മദീനയുടെ മണിമാരൻ, മദീനയുടെ രാജാവ്, ഇസ്ലാമിക ലോകത്തിന്റെ പകരം വെക്കാനില്ലാത്ത നേതാവ്. ആ നേതാവിന്റെ മോളുടെ കല്യാണം എങ്ങനെയാണെന്നറിയുമോ? വളരെ ദാരിദ്ര്യം നിറഞ്ഞതായ നിലയിൽ, കൽബിലുള്ള തട്ടുമുട്ടും. അങ്ങനെ ചരിത്രം ഇങ്ങനെ പറയുന്നുണ്ട് മനോഹരമായി. അങ്ങനെ കല്യാണം കഴിയുകയാണ്. പിന്നീട് അലിയാർ തങ്ങളുടെ വീട്ടിലാണ് ജീവിതം. അലിയാർ തങ്ങളുടെ വീടോ ഒരു ഓലമേന ചെറിയ ഒരു കുടിൽ. പോരായ്മകൾ ഒരുപാടുണ്ട് അവിടം. കരി പിടിച്ച പാത്രങ്ങളാണ് ഭക്ഷണം വിളമ്പാനും പാകം ചെയ്യാനുമുള്ളത്. അങ്ങനെ അള്ളാഹുവിന്റെ റസൂലിന്റെ പ്രിയപ്പെട്ട സ്വഹാബി മറ്റൊരു വീട് അവർക്ക് സമ്മാനമായി കൊടുക്കുകയാണ്. അലിയാർ തങ്ങളുടെ വീട്ടിലേക്ക് താമസം മാറി. അവരുടെ ആദ്യ രാത്രി അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു പ്രിയപ്പെട്ടവളുടെ അരികിലേക്ക് വരുമ്പോ പൊന്നുമോള് ഫാത്തിമ ഇരുന്ന് കരയുകയാണ്. പ്രിയപ്പെട്ട അലിയാർ തങ്ങൾ ചോദിച്ചു, എന്തിനാണ് ഫാത്തിമ നീ കരയുന്നത്? ഒരുപാട് രാജാക്കന്മാർ, ഒരുപാട് പൗരപ്രമാണ്യമാർ, സ്വഹാബികളിൽ പ്രമുഖർ എല്ലാവരും നിന്നെ വിവാഹം ചോദിച്ചപ്പോ നിന്റെ ഉപ്പ അവർക്കൊന്നും കൊടുക്കാതെ എനിക്ക് തന്നത് കൊണ്ടാണോ നീ കരയുന്നത്? മഹാനായ അലിയാർ തങ്ങൾ അങ്ങനെ ചോദിച്ചപ്പോ പ്രിയപ്പെട്ട ഭാര്യ പറഞ്ഞു, അതുകൊണ്ടല്ല അലി, ഈ ലോകത്ത് എൻ്റെ പ്രിയപ്പെട്ട ഉപ്പ വിശ്വസിച്ച് സംരക്ഷണം നിങ്ങളെ ഏൽപ്പിച്ചു തന്നു. ഈ ലോകത്ത് എനിക്ക് നിങ്ങളുണ്ട്. പക്ഷേ ഞാനൊന്ന് മരണപ്പെട്ടു പോയി കഴിഞ്ഞാൽ എൻ്റെ ഖബറിൽ നിങ്ങൾ വരില്ലല്ലോ അലി. എന്റെ ഖബറിൽ ഞാൻ ഒറ്റക്ക് അള്ളാഹുവിന്റെ വിചാരണകളെ, സുഖലോക സ്വർഗത്തിലേക്ക് എത്തുന്നത് വരെയുള്ള സംഗതികളെ ഖബറിൽ ഞാൻ ഒറ്റയ്ക്ക് അനുഭവിക്കേണ്ടേ, നേരിടേണ്ടേ? അങ്ങനെ പറഞ്ഞ് പ്രിയപ്പെട്ട ഫാത്തിമ പൊട്ടിക്കരഞ്ഞുവെന്നും അന്നേ ദിവസം അവർ ഇബാദത്തിലായി മുഴുകിയെന്നും ചരിത്രങ്ങളിൽ കാണാം. നമ്മുടെ നാടുകളിലൊക്കെ മയ്യത്ത് കട്ടിൽ കൊണ്ടുപോകുമ്പോ അതിന്റെ മുകളിൽ ഒരു തുണി ഇട്ടു പോകുന്ന പതിവുണ്ട്. അതിന്റെ പുറകിലുള്ള ചരിത്രവും മഹദിയായ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ അന്നേ ദിവസം പ്രിയപ്പെട്ട ഭർത്താവിനോട് പറഞ്ഞതാണ്, ഞാൻ മരണപ്പെട്ടു പോയാൽ എൻ്റെ ശരീരം മറ്റുള്ളവർക്ക് കാഴ്ച വസ്തുവാൻ പാടില്ല. ആ ഒരു ചരിത്രം കാരണം കൊണ്ടാണ് നമ്മുടെ നാടുകളിലും മയ്യത്ത് കട്ടിലിൽ പുതപ്പിട്ട് കൊണ്ടുപോകുന്നത്. ഇരിക്കട്ടെ,
അവരുടെ ആ സുന്ദരമായ മനോഹരമായ ജീവിതം ഇങ്ങനെ ഒരുപാട് മുൻപോട്ട് പോകുമ്പോൾ ആ സുന്ദരമായ ദാമ്പത്യ വല്ലരിയിൽ പിഞ്ചോമന മക്കൾ ജനിക്കുകയാണ്. ഹസൻ റളിയല്ലാഹു അൻഹു, ഹുസൈൻ റളിയല്ലാഹു അൻഹു, മറ്റു മക്കളും. അവരിങ്ങനെ സന്തോഷപരമായി ജീവിക്കുന്ന സമയം സന്തോഷങ്ങളുണ്ട്, പരിഭവങ്ങളില്ല. പക്ഷെ വീട്ടിലെ പട്ടിണിയാണ്. ചരിത്രങ്ങളിലുണ്ട് എത്രയെത്ര കഥകളാ. ഫാത്തിമ ബീവിയുടെ വീട്ടിലേക്ക് നബി തങ്ങൾ വരുമ്പോ വീട്ടിലെ ഭക്ഷണങ്ങളില്ലാതെ മക്കള് കരയുന്ന ചരിത്രങ്ങൾ, വെള്ളം കോരാൻ പോയ ചരിത്രങ്ങൾ, അവിടെ പോയി ആ തോട്ടത്തിന്റെ ഉടമ അള്ളാന്റെ റസൂലിനെ ഉപദ്രവിച്ച ചരിത്രങ്ങള്. ഇരിക്കട്ടെ, ഒരു ദിവസം വീട്ടിലൊന്നുമില്ലാത്തൊരു സാഹചര്യം. പ്രിയപ്പെട്ട അലിയാർ തങ്ങള് നേരെ വീട്ടിൽ വന്ന് ഫാത്തിമയോട് ചോദിച്ചു, ഫാത്തിമ പട്ടിണിയാണ്, എന്തെങ്കിലും വിളിക്കാൻ ഇവിടെ ഉണ്ടോ? ഒരു പുതപ്പെടുത്ത് കൊണ്ടുവന്ന് അലിയാർ തങ്ങൾക്ക് നേരെ കൊടുത്തിട്ട് പറഞ്ഞു, ഇവിടെ ഇതേ ഉള്ളൂ. അലിയാർ തങ്ങൾ ആ പുതപ്പുമായി വിൽക്കാൻ വേണ്ടി അങ്ങാടിയിലേക്ക് പോയി. കണ്ട ആളുകളോട് ചോദിച്ചു, ഞാൻ ഇത് വിൽക്കാൻ ഉദ്ദേശിക്കുന്നു, നിങ്ങൾ ഇത് വാങ്ങാൻ ഉദ്ദേശിക്കുന്നുണ്ടോ? നിങ്ങൾക്ക് ഇഷ്ടമുള്ള പണം തരാം. അങ്ങനെ ഒരു വ്യക്തി വാങ്ങി 6 ദിർഹം കൊടുത്തു. ആ 6 ദിർഹവുമായി മഹാനായ അലിയാർ തങ്ങൾ പ്രിയപ്പെട്ടവരുടെ അരികിലേക്ക് വരുമ്പോ ഒരു വയോവൃദ്ധനായ മനുഷ്യന് ഭക്ഷണം കഴിച്ചിട്ട് ഒരുപാട് ദിവസങ്ങളായി, എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് തന്ന് സഹായിക്കണേ എന്ന് അലിയാരുടെ നേർക്ക് നീട്ടിയ കരങ്ങളെ തട്ടിക്കളയാൻ അലിയാർ തങ്ങൾക്ക് കഴിഞ്ഞില്ല. അലിയാർ തങ്ങൾ ആ കിട്ടിയ 6 ദിർഹം ആ വ്യക്തിക്ക് കൊടുക്കുകയാണ്. ഒന്നുമില്ലാത്തവനായി പുതപ്പ് വിൽക്കാൻ വേണ്ടി വന്നു, പുതപ്പ് വിറ്റു. ഇപ്പൊ പുതപ്പുമില്ല, പുതപ്പിൻ വിറ്റ ആ കാശുമില്ല. തിരിച്ച് വീട്ടിലേക്ക് തന്നെ വരികയാണ്. വഴിമധ്യേ ഒരു ഒട്ടകക്കാരനെ കാണുകയാണ്. ഒട്ടകക്കാരൻ അലിയാർ തങ്ങളോട് പറഞ്ഞു, ഞാൻ എൻ്റെ ഈ ഒട്ടകം വിൽക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്, നിങ്ങൾ ഇത് വാങ്ങുമോ? 100 ദിർഹം തന്നാൽ മതി. അലിയാർ തങ്ങൾ പറഞ്ഞു, എൻ്റെ കയ്യിൽ 100 ദിർഹം ഒന്നുമില്ല, ഞാൻ ഇത് വാങ്ങാൻ എങ്ങനെയാണ് എനിക്കിതിന് സാധിക്കുക? എങ്കിൽ നിങ്ങൾ വാങ്ങണ്ട, നിങ്ങൾ ഇതൊന്ന് വിറ്റ് തന്നാൽ മതി. ഓക്കെ. ആ ഒട്ടകത്തെ 100 ദിർഹമിന് വിൽക്കാൻ അലിയാർ തങ്ങൾ ഒട്ടകത്തെ വാങ്ങിയിട്ട് ഇങ്ങനെ നടന്നു പോകുമ്പോ മറ്റൊരു മനുഷ്യനെ കാണുകയാണ്. ആ മനുഷ്യൻ ചോദിച്ചു, നിങ്ങൾ ഈ ഒട്ടകത്തിനെ വിൽക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടോ? അതെ, ഞാൻ വിൽക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്, 160 ദിർഹം ഞാൻ തരാം. അങ്ങനെ ആ വ്യക്തിക്ക് വിറ്റു. 100 ദിർഹമിന് 6 ദിർഹവുമായി വന്ന അലിയാർ തങ്ങൾ ഇപ്പോ കയ്യിലുള്ളത് 160 ദിർഹമാണ്. ഈ 160 ദിർഹമിൽ നിന്ന് 100 ദിർഹം ഒട്ടകത്തിന്റെ ഉടമസ്ഥന് കൊടുത്ത് ബാക്കി 60 ദിർഹവുമായി വീട്ടിലേക്ക് മടങ്ങിയ ചരിത്രങ്ങളിൽ കാണാം. ആദ്യം വന്നത് ജിബ്രീൽ, രണ്ടാമത് വന്നത് മീകായിൽ അലൈഹിസ്സലാത്തു വസ്സലാം ആണെന്ന് ചരിത്രങ്ങളിൽ രേഖപ്പെടുത്തിയതായി കാണാം. 6 ദിർഹം ഉണ്ടായിരുന്നവർ, ഭക്ഷണം കഴിച്ചിട്ട് ദിവസങ്ങളായവർ, പക്ഷേ ഒരു വ്യക്തി ഒരു കാര്യം ചോദിച്ചപ്പോ തൻ്റെ പ്രയാസങ്ങളെ മാറ്റി നിർത്തിക്കൊണ്ട് ആ വ്യക്തിക്ക് അത് കൊടുത്തതിൻ്റെ ഫലമായി അള്ളാഹുവിൻ്റെ സഹായം അവരിൽ നിന്നും ഇറങ്ങിയതാണ്. അങ്ങനെ ചരിത്രം ഒരുപാട് മുൻപോട്ട് പോവുകയാണ്. അവരുടെ ജീവിതത്തിലെ സന്തോഷ ദുഃഖ സമ്മിശ്രമായ ജീവിതം, എല്ലാം അള്ളാഹുവിലും അവന്റെ റസൂലിലും വരമേൽപ്പിച്ച ജീവിതം ഇൻഷാ അല്ലാഹ് വരും എപ്പിസോഡുകളിൽ നമുക്ക് ചർച്ച ചെയ്യാം. റബ്ബ് തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.